Hello everyone, welcome to our channel. ഇന്നൊരു മൂവി റിവ്യൂ ആണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് ഫേഴ്സ്. സോ ഈ മൂവിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു എബവ് ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ മൂവിയുടെ ഇവർ ട്രെയിലർ തന്നപ്പോൾ തന്നെ നമുക്കൊരു സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് സാധാ മൂവി പോലെയല്ല, ഇതൊരു സ്ലോ പേസ്ഡ് ഒരു ക്രൈം കോമഡി ക്രൈം ഡ്രാമയാണ്. അതും ഒരു പ്രത്യേക ജോണറിലാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോമഡി എന്ന് പറയുമ്പോൾ മറ്റേ ഹാസ്യതാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാണിക്കുന്ന കോമഡി അല്ല, ഇത് സിറ്റുവേഷണൽ കോമഡീസ് ആണ്. അത് മിക്കതും മമ്മൂട്ടിനെ കൊണ്ട് തന്നെയാണ് വർക്കൗട്ട് ചെയ്യിപ്പിച്ചത്. അത് നല്ല കിടിലനായിട്ടും ഉണ്ട്. മമ്മൂട്ടി അടിപൊളി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ രംഗങ്ങളൊക്കെ നമുക്ക് നല്ല ചിരിയും വന്നിട്ടുണ്ട്. സോ ആദ്യം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ മൂവിയുടെ പോസിറ്റീവും നെഗറ്റീവും പറയാം. ഈ മൂവിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് മമ്മൂക്ക, പിന്നെ ഗോകുൽ സുരേഷ്. ഈ മമ്മൂക്കയുടെയും ഗോകുൽ സുരേഷിന്റെയും കോംബോ, ആ കോമ്പിനേഷൻ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല എന്റർടൈനിങ് ആയിരുന്നു. ഒരു കൂൾ മൈൻഡ് കിട്ടും. അവരുടെ ജസ്റ്റേഴ്സും ഡയലോഗ്സും ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ തുടക്കം തന്നെ ഗോകുലിന്റെ ഇൻട്രോ ആണ് കാണിക്കുന്നത്. പിന്നെ ഗോകുല് വന്നിട്ട് അടുത്ത മൊമെന്റ് തന്നെ മമ്മൂട്ടിയുടെ ഇൻട്രോ ആണ്. അപ്പൊ തൊട്ട് ഇവരുടെ കോമ്പിനേഷൻ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ഇടയിൽ വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടർ വന്ന് കയറുന്നതിലൂടെയാണ് ഈ സിനിമ ഒരു ക്രൈം ജോണറിലോട്ട് പോകുന്നത്. ആ ക്യാരക്ടറിന്റെ പേര് എനിക്കറിയില്ല. അത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള വുമണാണ്. ആ വുമണാണ് ഈ പേഴ്സ് കൊണ്ട് മമ്മൂക്കടയിൽ കൊടുക്കുന്നതും, പിന്നെ ആ പേഴ്സ് ആരുടെയാണ് യഥാർത്ഥ അതിന്റെ ഓണറിനെ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോകുന്നതും. പിന്നെ വിചാരിച്ച പോലെ ആയിരിക്കില്ല, അത് കുറെ ത്രില്ലിങ് മൂമെന്റ്സിലൂടെയും സസ്പെൻസ് ക്രൈം ആ രീതിയിലൂടെ പടം ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങോട്ട് കയറിപ്പോവും. സെക്കൻഡ് ഹാഫ് ഒക്കെ പടം കുറച്ച് നല്ല രീതിയിൽ കയറും. കോമഡി ഒക്കെ അങ്ങനെ പോയിട്ട് പിന്നെ നല്ല രീതിയിൽ പടം അങ്ങോട്ട് കയറും, സീരിയസ് ജോണറിലോട്ട് കയറും. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും നല്ല പോസിറ്റീവ് പറയാനുള്ളത് ഈ സിനിമയുടെ ആക്ട്രസിന്റെ ആക്ടിങ് ആണ്. ആക്ട്രസിന്റെ പേര് സുഷ്മിത ഭട്ട് എന്നാണ്. ആളുടെ ആക്ടിങ് പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ കിടിലനായിട്ടുണ്ട്. മമ്മൂട്ടി പിന്നെ ഈ ആക്ട്രസ് സുസ്മിത ഭട്ടിന്റെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട് ക്ലൈമാക്സ്, നല്ല കിടിലനായിരുന്നു. തിയേറ്ററിൽ നിന്ന് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ആ ആക്ട്രസിന് പണി അറിയാവുന്ന പടത്തിൽ ശരിയും കാണിച്ചു തന്നിട്ടുണ്ട്. തുടക്കം നമുക്ക് അത്ര തോന്നില്ല. ആക്ട്രസ് ഒരു നോർമൽ ഒരു അന്യഭാഷ ആക്ട്രസ് വന്ന് പറയുന്ന പോലെ തോന്നുള്ളൂ. പക്ഷെ ആ ഒരു ആക്ട്രസിന്റെ അഭിനയ കഴിവ് കാണണമെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് എന്റെ പൊന്നെ, അത് കിടിലനായിരുന്നു. പിന്നെ ഈ സിനിമയിൽ കുറെ ക്യാമിയോകൾ വന്നിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ക്യാമിയോ നമ്മുടെ സിദ്ദിഖിന്റെയാണ്. സിദ്ദിഖിന്റെ ആ ക്യാമിയോ തിയേറ്റർ ഫുൾ ചിരിപ്പൂരാക്കിയ ക്യാമിയോ ആണ്. നല്ല രസമുണ്ടായിരുന്നു. സിദ്ദിഖ് മമ്മൂട്ടി കോമ്പിനേഷൻ നല്ല രസമായിട്ട് കുറച്ച് നേരമേ ഉള്ളൂ. പിന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ക്യാമിയോ ഉണ്ട്. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ എന്ന് വേണേൽ പറയാം. കാരണം ആളുടെ വോയിസ് ഒന്നും ഇപ്പൊ നമുക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവില്ല. ആളെന്തോ കാണിക്കുന്നുണ്ട്, നമുക്ക് എവിടെയൊക്കെയോ ചിരി വരുന്നുണ്ട്. പക്ഷെ ആള് പറയുന്ന കാര്യങ്ങൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കത്തുള്ളൂ. കാരണം വോയിസ് ഭയങ്കര ഒരു പതർച്ച. ആളിങ്ങി ഡബ് ചെയ്ത് അഭിനയിക്കേണ്ടി വരുന്ന തോന്നുന്നു. പിന്നെ ഈ പടത്തില് പിന്നെ വിനീത് വരുന്നുണ്ട് ഈ പടത്തില്. പിന്നെ വിജയ് ബാബു, ഇവരൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്ത് പോയിട്ടുണ്ട്. മെയിൻ പോസിറ്റീവ് മമ്മൂക്ക, ഗോകുൽ സുരേഷ്, പിന്നെ ഈ ആക്ട്രസ്. പിന്നെ ഈ പടത്തിന് നെഗറ്റീവ് പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ നെഗറ്റീവ് പറയാനില്ല. കാരണം ഇതിന്റെ ട്രെയിലറിലും ടീസറിലും അവർ ഈ പടത്തിന്റെ ജോണറിന്റെ സ്റ്റൈൽ എന്തായാലും പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ പടം സ്ലോ സ്റ്റാർട്ട് ആണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അവരത് കറക്റ്റ് ഇങ്ങനെയാണ് ആ പടം എന്നുള്ളത് കറക്റ്റ് ഐഡിയ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ലോ പേസ് മൂവി കാണുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. അല്ലാത്ത ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആവും. ഈ പടം സ്ലോവിൽ തുടങ്ങി പിന്നെ കുറച്ച് ഫാസ്റ്റിലോട്ട് കയറും. പക്ഷെ നിങ്ങൾ മാസ് മൂവീസിൽ കാണുന്ന ഫാസ്റ്റും പിന്നെ ആക്ഷൻ മൂവീസ് കാണുന്ന ഫാസ്റ്റും ഒന്നല്ല. ഇതൊരു സാധാ ഒരു ലോ ബഡ്ജറ്റ് പടം ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാം. സോ ബൈ.